ആയുസിന്റെ വേദം ആയുർവേദം. ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഓൾഡ് NKN ഹോസ്പിറ്റൽ, സൗത്ത് കുമ്പളങ്ങി. ഫോൺ 8606240012 9656240012. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ MT വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. എഴുത്തുകാരനും നാടകകൃത്തുമായ ശ്രീകാന്ത് മട്ടാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് എൻ്റെ 2-3 അനുഭവങ്ങൾ ഞാൻ പറയാം. ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അന്ന് 10ാം ക്ലാസ് കഴിയുന്ന സമയം. അപ്പോൾ ഒരു തെരേസ എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്, ഇംഗ്ലീഷായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ സ്കൂൾ അവസാനിക്കാൻ പോകുന്നു, വെക്കേഷൻ, പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെക്കേഷനാണ്. അപ്പോൾ പോകുന്നതിന് മുൻപ് എല്ലാവരോടും പറഞ്ഞൊരു കാര്യം, see students, you should understand one thing. We are all studying English language, but the problem is you people does not know anything about Malayalam literature. And what I am trying to say is, please try to read Malayalam literature also. Otherwise, you are going to miss the works, the better works, the good ones. Don't think that literature is only English. Literature is like ocean. It can be Malayalam, it can be Kannada, it can be Tamil. So don't forget your mother tongue Malayalam. അതൊരു വലിയ പാഠമായിരുന്നു. ഞാനപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, ടീച്ചർ, can you recommend one book of പ്രീത സച്കുമാറിന്റെ കവിതാ ആലാപനത്തോടനുബന്ധിച്ച യോഗത്തിൽ ടാഗോർ ലൈബ്രറി പ്രസിഡന്റ് MR ശശി അധ്യക്ഷത വഹിച്ചു. കുമാരി G ദേവാനന്ദ, സമദ് പനേപ്പള്ളി, വർഗീസ് തോമസ്, ജയൻ P രാമകൃഷ്ണൻ, KJ ആന്റണി, ഗിരിജ കരുവള്ളിയിൽ, സുൽഫത്ത് ബഷീർ, ബാസി പനക്കൻ, സീന മാധവൻ, CS ജോസഫ്, ബെന്നി സേവർ, ബഷീർ ഇരട്ടക്കുളം എന്നിവർ സംസാരിച്ചു. ഒരു കഥ വന്നു മാതൃഭൂമിയിൽ. എന്തൊക്കെ പ്രശ്നം വന്നു? ബിരിയാണി കഥ വന്നപ്പോൾ മാതൃഭൂമി വന്നപ്പോൾ എന്തൊക്കെ പ്രശ്നം വന്നില്ല. അപ്പോൾ ഇപ്പോഴും നിർമ്മാണം എന്ന് പറയാൻ എന്താ പറയുക? ഇതുകൊണ്ട് ഇത് പറയുന്നില്ല, ദുരവസ്ഥ പറയുന്നില്ല. പിന്നെ MT പറ്റി അനുസ്മരണം വന്നപ്പോൾ TV ഞാൻ കണ്ടപ്പോൾ T പത്മനാഭൻ അനുസ്മരണം കണ്ടു. അപ്പോൾ ഞാൻ തിരിച്ചുപോയി. 5 കൊല്ലം മുമ്പ് പുള്ളി ഇവിടെ എറണാകുളത്ത് സാഹിത്യ വേഷത്തിൻ്റെ മലയാള ഭാഷാ വാരം ഒരു വന്നിരുന്നു നവംബർ 1-ന്. അന്ന് പുള്ളി അരമണിക്കൂർ പ്രസംഗിച്ചു. അരമണിക്കൂറും പുള്ളി MT ചീത്ത പറഞ്ഞു. അരമണിക്കൂറാണ് പുള്ളി ചീത്ത പറഞ്ഞത്. ഈ ചുറ്റം പറമ്പിൽ കയറ്റാത്ത ഒരേ ഒരു സാഹിത്യകാരൻ T പത്മനാഭനാണ്. അതൊരു ചോദ്യമാണ്. MT ഒരു രസകരമായ അല്ലെങ്കിൽ കൗതുകകരമായ ഒരു വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇതൊരു ആധികാരികമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, ഒരു രസകരം അല്ല, കൗതുകരം. ഞാനൊന്നുകൂടെ എടുത്ത് പറയാം, കൗതുകകരമായിട്ടുള്ള ഒരു ഭാഗം. 1933 അദ്ദേഹത്തിന്റെ ജനനം, ജൂലൈ 15. അദ്ദേഹത്തിന്റെ ജാതകം പരിശോധിച്ചാൽ വാക്കിന്റെ അല്ലെങ്കിൽ അക്ഷരത്തിന്റെ കാരണഭൂതനായിട്ടുള്ള ബുധൻ, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ആധികാരികമായിട്ടുള്ള പറച്ചിലല്ല, പക്ഷെ സത്യസന്ധമായ വാക്കുകളാണ്. അന്വേഷിച്ച് സാഹിത്യവേദി സെക്രട്ടറി PP ജയപ്രകാശ് സ്വാഗതവും ഷഹീർ അലി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.